ഹലോ തേർഡ് ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്നുള്ളതാണ്. റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ അതായത് കുട്ടികളുടെ അവകാശങ്ങൾ. അപ്പം നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ പീഡിയാട്രിക് നഴ്സസ് ആണ്, അല്ലെങ്കിൽ പീഡിയാട്രിക് കുട്ടികൾക്ക് കെയർ കൊടുക്കാൻ വേണ്ടി, അതായത് രോഗമുള്ള കുട്ടികൾക്ക് കെയർ കൊടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന പീഡിയാട്രിക് നഴ്സസ് ആണ്. അതായത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പം നമ്മൾ വളരെ വിശദമായിട്ട് പീഡിയാട്രിക് നഴ്സിംഗും ഒക്കെ പഠിക്കുന്നുണ്ട്. അത് ഇഫക്റ്റീവായിട്ട് കുട്ടികൾക്ക് കെയർ കൊടുക്കാൻ വേണ്ടിയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ, അല്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള വളരെ അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. ഇതിനകത്ത് ആദ്യമേ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ലോകാരോഗ്യ സംഘടന, UNO എന്നൊക്കെ പറയും. അതായത് അതിനകത്ത് ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ അംഗങ്ങളാണ്. പല പല കാര്യങ്ങളും ലോകത്തെ കോമൺ ആയിട്ട് ബാധിക്കുന്ന പല കാര്യങ്ങളിലും ഒബ്സർവ് ചെയ്ത് അതിന് തീരുമാനം എടുക്കാനൊക്കെയുള്ള ഒരു സംഘടനയാണ് ഈ ലോകാരോഗ്യ സംഘടന, അല്ലെങ്കിൽ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇന്ത്യ അതിനകത്തൊരു മെമ്പറാണ്. അപ്പം ഈ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഈ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ UNO ആണ്. അതെന്നാണെന്ന് ചോദിച്ചാൽ 20th നവംബർ 1959 ആണ് അവർ ആദ്യമായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തത്. എന്നിട്ട് ഈ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഇൻ്റർനാഷണലി മറ്റുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അത് അംഗീകരിച്ചു. അവരെല്ലാം ഞങ്ങളിത് നടത്തിക്കൊള്ളാമെന്ന് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒപ്പിട്ട് കൊടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയുണ്ട്. അതിനുശേഷമാണ് അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അപ്രൂവ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ഓൺ 20th November 1959, and from that time onwards these rights of children are accepted as the internationally accepted rights of children, and India is a signatory member of this declaration. അതായത് UNO ഇങ്ങനൊരു കാര്യം കുട്ടികളുടെ അവകാശത്തെപ്പറ്റി ഡിക്ലെയർ ചെയ്തപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് UNOയിൽ അംഗത്വമുള്ള എല്ലാ രാജ്യങ്ങളും അത് അംഗീകരിച്ചു. അങ്ങനെ ഇന്ത്യയും അതിൽ ഉൾപ്പെടും. മനസ്സിലായോ? അപ്പം ഇന്ത്യക്കാരും എല്ലാം തന്നെ ഈ ഇന്ത്യയിലെ കുട്ടികളുടെ കാര്യത്തിലും ഈ പറയുന്ന റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഒബ്സർവ് ചെയ്യണമെന്നാണ് അതിൻ്റെ അർത്ഥം. കുട്ടികളുടെ അവകാശങ്ങൾ എന്താണോ അത് തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് അത് നിലനിർത്തി, ആ അവകാശങ്ങൾ സേഫ് ഗാർഡ് ചെയ്യാനും നിലനിർത്തി കൊടുക്കാനും ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യം അവിടുത്തെ കുട്ടികളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ നമ്മളുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് നമുക്കറിയാമല്ലോ ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഹെൽത്ത് മിനിസ്ട്രി ഉണ്ട്. ആ മിനിസ്ട്രിയുടെ അണ്ടറിൽ വരും ആരോഗ്യമായിട്ട് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാവരും, ഡോക്ടേഴ്സ്, നഴ്സസ്, പാരാമെഡിക്കൽ സ്റ്റാഫ്, അങ്ങനെയുള്ളവർ കുട്ടികളുടെ വെൽഫെയറിനുമായിട്ട് ആരെല്ലാം ഉത്തരവാദിത്വം ഉണ്ടോ, ആർക്കെല്ലാം ഉത്തരവാദിത്വം ഉണ്ടോ അവരെല്ലാം തന്നെ ഈ പറയുന്ന റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ എന്താണെന്ന് നോക്കാം. അതായത് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഇതിനകത്ത് മെയിൻലി നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഒരു 10 എണ്ണമാണ് മെയിൻലി പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് വൺ, ദ റൈറ്റ് ടു അഫെക്ഷൻ, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ദ റൈറ്റ് ടു അഫെക്ഷൻ, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അതെന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് കുട്ടികൾക്ക് സ്നേഹം കിട്ടാനും അവരെ മനസ്സിലാക്കാനും അവർക്ക് ഒരു അഫെക്ഷൻ കൊടുക്കാനും അല്ലെങ്കിൽ അത് കിട്ടാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. ദേ ഹാവ് ദ റൈറ്റ് ടു അഫെക്ഷൻ, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, പിന്നെ റൈറ്റ് ടു എൻജോയ് സോഷ്യൽ സെക്യൂരിറ്റി, ന്യൂട്രീഷൻ, ഹൗസിംഗ് ആൻഡ് മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ അവർക്ക്, അതായത് സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷിതത്വം, പിന്നെ ന്യൂട്രീഷൻ, നന്നായിട്ട് ആഹാരം കഴിക്കാനുള്ള റൈറ്റ്. അതായത് അവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ കൂടെ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മുടെ ചിൽഡ്രൻ എന്ന് പറയുന്നത്. നമ്മളത് പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്റ്റിമം ആകണമെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടണം. മനസ്സിലായോ? ആ ഒരു ന്യൂട്രീഷൻ കിട്ടാനുള്ള അവകാശം അവർക്കുണ്ട്. പിന്നെ ഹൗസിംഗ് അതായത് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള വീട്ടിൽ കഴിയാനുള്ള ഒരു അവകാശം. പിന്നെ മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതിന് ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള അവകാശവും അവർക്കുണ്ട്. ഇത്രയാണ് രണ്ടാമത്തെ റൈറ്റ്സിൽ പറയുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ടു എൻജോയ് സോഷ്യൽ സെക്യൂരിറ്റി, ന്യൂട്രീഷൻ, ഹൗസിംഗ് ആൻഡ് മെഡിക്കൽ കെയർ. മൂന്നാമത്തത് റൈറ്റ് ടു ഫ്രീ എഡ്യൂക്കേഷൻ, അതായത് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശമുണ്ട്. അത് പൈസ കൊടുത്തിട്ടല്ല, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കണമെന്ന്. അതുകൊണ്ടാണല്ലോ ഇന്ത്യ പോലുള്ള കൺട്രിയിലൊക്കെ 10th വരെയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഫീസ് ഒന്നും കൊടുത്തല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യയും അതുപോലെയുള്ള മറ്റ് കൺട്രിയൊക്കെ ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അവർക്ക് കൊടുക്കുന്നത്.
അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ കിട്ടാൻ, അതായത് 10th വരെ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല. 10th വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാനും വായിക്കാനും അറിയാം. സ്റ്റാൻഡേർഡ് വൈസ് ഫസ്റ്റ് സെക്കൻഡ് അപ് ടു 10th സ്റ്റാൻഡേർഡ് വരെ അവർ പോകുന്നുണ്ട്. അപ്പോൾ അതിന് പ്രൈമറി എഡ്യൂക്കേഷൻ കിട്ടാനും ഉള്ള ഒരു അവകാശം അവർക്കുണ്ട്. പിന്നെ അതാണ് മൂന്നാമത്തെ റൈറ്റ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ പ്ലേ ആൻഡ് റെക്രിയേഷൻ. കുട്ടികൾക്ക് കളിക്കാനുള്ള റൈറ്റ് ഉണ്ട്, റെക്രിയേഷനുള്ള റൈറ്റ് ഉണ്ട്. തന്നെയല്ല, ഈ പ്ലേ എന്ന് പറയുന്നത് അതൊരു വെറും കളി മാത്രമല്ല കുട്ടികളെ സംബന്ധിച്ച്. അത് അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനെ വളരെയധികം പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? അത് നിങ്ങൾ പീഡിയാട്രിക്സിലൊക്കെ പ്ലേയുടെ ഇമ്പോർട്ടൻസ് ഇൻ ദ കെയർ ഓഫ് ചിൽഡ്രൻ നമ്മൾ പഠിക്കുന്ന. അപ്പോൾ അതുപോലെ തന്നെ അതവരുടെ റൈറ്റ് ആണ്, അല്ലെങ്കിൽ അതവരുടെ അവകാശമാണ്. അതായത് റൈറ്റ് ടു ഫുൾ ഓപ്പർച്യൂണിറ്റി ഫോർ പ്ലേ ആൻഡ് റെക്രിയേഷൻ. ഇപ്പോൾ തന്നെ നമ്മൾ സ്കൂളുകളിൽ, ഇപ്പോൾ സ്കൂളിലൊക്കെ വിടുമ്പോഴും അല്ലെങ്കിൽ LKG UKGയിലൊക്കെ വിട്ടാലും അവിടെ വലിയ കാര്യങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല. കുട്ടികൾക്ക് കൂടുതലും പ്ലേ ചെയ്യാനുള്ള റൈറ്റും റെക്രിയേഷനുള്ള റൈറ്റുമാണ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് വേറെ ഒരു അവരുടെ അവകാശം. പിന്നെ റൈറ്റ് ടു നെയിം ആൻഡ് നാഷണാലിറ്റി. ഓരോ കുട്ടികൾക്കും അവർക്ക് ഒരു പേരുണ്ടാകാനും അത് ഏത് രാജ്യക്കാരനാണെന്ന് അറിയാനുമുള്ള അവകാശമുണ്ടെന്ന്. നമുക്ക് എല്ലാവർക്കും പേരുണ്ട്, അല്ലേ? പേരില്ലെങ്കിൽ നമ്മളെ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ പേര് എനിക്ക് മാത്രമുണ്ട്, എന്നെപ്പോലെ പേരുള്ള വേറൊരാളും കാണും. ഈവൻ ദെൻ പേരില്ലാത്തവരാരും ഇല്ല. അപ്പോൾ എന്തായാലും ഓരോ കുട്ടിക്കും അവനൊരു പേരുണ്ടായിരിക്കണമെന്നുള്ള അവകാശമുണ്ട്. അത് ഏത് രാജ്യക്കാരനാണെന്ന് അറിയപ്പെടാനുള്ള അവകാശമുണ്ട്. അതാണ് പറയുന്നത് റൈറ്റ് ടു എ നെയിം ആൻഡ് നാഷണാലിറ്റി. പിന്നെ പറയുന്നത് റൈറ്റ് ടു സ്പെഷ്യൽ കെയർ ഇഫ് ഹാൻഡിക്യാപ്ഡ്. അതായത് അവൻ അംഗവൈകല്യമുള്ള ഒരാളാണെങ്കിൽ അവന് സ്പെഷ്യൽ കെയർ കിട്ടാൻ അവന് അവകാശമുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മളിപ്പോൾ ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ ജന്മനായുള്ള ഹാൻഡിക്യാപ്പ് ആകാം, അത് കൺജനിറ്റൽ ആകാം, അല്ലെങ്കിൽ അവൻ ജനിച്ചു കഴിഞ്ഞ് കിട്ടുന്ന അക്വേഡ് ആകാം, അല്ല? ഇത് രണ്ടിലും ഏതാണെന്ന് പറഞ്ഞാലും അവൻ ഹാൻഡിക്യാപ്ഡ് ആയിക്കഴിഞ്ഞാൽ അവന് സ്പെഷ്യൽ കെയർ കിട്ടാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ ബസ്സിൽ കയറിയാൽ തന്നെയാണെങ്കിൽ ആദ്യത്തെ റൈറ്റ് സൈഡിൽ ആദ്യത്തെ സീറ്റ് അംഗവൈകല്യമുള്ളവർക്ക് വേണ്ടി മാറ്റി വെച്ചേക്കുക, അല്ലേ? അങ്ങോട്ട് കയറുന്നുടനെ ഡോറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഔട്ട്ലെറ്റിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിലുള്ള ആദ്യത്തെ സീറ്റ് അവർക്കുള്ളതാണ്. അങ്ങനെ അവർക്ക് അംഗവൈകല്യം ഉള്ളവർക്ക് പലർക്കും ഇപ്പോൾ തന്നെ ഒരു ജോലി കിട്ടണമെങ്കിൽ അവർക്ക് പ്രത്യേകം റിസർവേഷൻ ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് ഇത്ര ശതമാനം കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അംഗവൈകല്യം ഉള്ളവരുടെ ഇൻ്റർനാഷണൽ UN വലിയ കോൺഫറൻസ് ഒക്കെ ഒരിക്കൽ വന്നിരുന്നു, കുട്ടികളുടെ വൈകല്യത്തെപ്പറ്റി പരിഗണിക്കാനും ഒക്കെ. അന്നേരമാണ് അങ്ങനൊരു നിയമം തന്നെ ഉണ്ടാക്കിയത്. മനസ്സിലായി? ഇങ്ങനൊരു നിയമം ഇതിനകത്തുണ്ടെങ്കിൽ പോലും വീണ്ടും WHO ഒരു കോൺഫറൻസ് ഒക്കെ ഒരിക്കൽ നടന്നിട്ടുണ്ട്. അന്ന് അംഗവൈകല്യം ഉള്ളവരുടെ പരിരക്ഷ എന്നുള്ളതായിരുന്നു അവരുടെ തീം തന്നെ. അപ്പോൾ ആ തീമിൽ പ്രത്യേകം ഒരുപാട് അവർക്ക് സ്പെഷ്യൽ റൈറ്റ് അവർക്കുണ്ട്, സ്പെഷ്യൽ കൺസിഡറേഷൻ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഓൾ ഓവർ വേൾഡ് ഒരുപാട് നിയമങ്ങളൊക്കെ പാസ്സായി. അതിന് മുമ്പേ തന്നെ റൈറ്റ്സ് ഓഫ് ചിൽഡ്രനിൽ ഇത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് ഹാൻഡിക്യാപ്ഡ്, വെദർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, മെൻ്റലി ഹാൻഡിക്യാപ്ഡ്, സോഷ്യലി ഹാൻഡിക്യാപ്ഡ്, എങ്ങനെയായാലും അവർക്ക് സ്പെഷ്യൽ കെയർ കിട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് വേറൊരു റൈറ്റ്. പിന്നെ റൈറ്റ് ടു ബി ദ ഫസ്റ്റ് എമംഗ് ദോസ് ഹു റിസീവ് റിലീഫ് ഇൻ ടൈം ഓഫ് ഡിസാസ്റ്റർ. അതായത് ഒരു രാജ്യത്ത് എവിടെയെങ്കിലും ഒരു ഡിസാസ്റ്ററോ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ആദ്യം കെയർ കിട്ടേണ്ട ആൾക്കാരുടെ കൂട്ടത്തിൽ ആദ്യത്തെ പട്ടികയിൽ വരുന്നവർ എപ്പോഴും ഈ പറയുന്ന ചിൽഡ്രനാണ്. അതായത് ഏതെങ്കിലും രാജ്യത്തിൽ ഒരു ഡിസാസ്റ്ററോ എന്തെങ്കിലും ഉണ്ടായാൽ, അതിപ്പം ഇപ്പം നമുക്ക് പ്രളയം വന്നത് അറിയാം, അതുപോലെ തന്നെ ഭൂമികുലുക്കം ഉണ്ടാകാം, അതുപോലെ തന്നെ ചുഴലിക്കാറ്റുണ്ടാകാം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം ഒരു രാജ്യത്ത് ഡിസാസ്റ്ററായിട്ട്. അങ്ങനെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാകാം, പലതും ഉണ്ടാകാം. അങ്ങനെ ഡിസാസ്റ്റർ വരുമ്പോൾ അവിടുത്തെ ആൾക്കാർക്കൊക്കെ സ്പെഷ്യൽ കെയർ കിട്ടേണ്ട ആൾക്കാരാണ് ഈ പറയുന്ന ദുരന്ത മുഖങ്ങളിലുള്ള ആൾക്കാർ. അവരിൽ ആദ്യം പരിഗണിക്കപ്പെടേണ്ട ആൾക്കാർ കുട്ടികളാണ് അതാണ് അവരുടെ റൈറ്റ് ടു ബി ദ ഫസ്റ്റ് എമംഗ് ദോസ് ഹു റിസീവ് റിലീഫ് ഇൻ ടൈംസ് ഓഫ് ഡിസാസ്റ്റർ. പിന്നെ അടുത്തത് റൈറ്റ് ടു ലേൺ ടു ബി യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. അതായത് അവർക്കൊരു പ്രൈമറി എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ആ എഡ്യൂക്കേഷനിൽ കൂടെ അവരെന്തെങ്കിലുമൊക്കെ വിദ്യാഭ്യാസമോ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും ഒരു സ്കില്ലോ ഒക്കെ നേടിയെടുത്ത് അവർക്ക് സ്വന്തമായിട്ട് ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന കഴിവുണ്ട്, എനിക്ക് ഇന്നത് ചെയ്യാൻ പറ്റും, ഞാനൊരു യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റിയാണ്, ഞാൻ മറ്റുള്ളവർക്കൊരു ഭാരമല്ല, അങ്ങനെ തോന്നാനും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യത്തക്കവണ്ണം എന്തെങ്കിലുമൊക്കെ പഠിക്കാനും തൊഴിൽ നേടിയെടുക്കാനും സ്വന്തം കാലം നിൽക്കാനും ഉള്ള ഒരു റൈറ്റ് അവർക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുക്കെ അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുകയല്ല. അവർ പ്രായപൂർത്തിയായാലോ അല്ലെങ്കിൽ അവർ പഠിച്ച് മിടുക്കരായി, അല്ലെങ്കിൽ മിടുക്കരാകുമെന്ന് പറഞ്ഞാൽ അവരുടെ കഴിവനുസരിച്ച്
ഒരു പഠിക്കാൻ പല പല കപ്പാസിറ്റിയിലുള്ള കുട്ടികളാണല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള. അപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ കഴിവനുസരിച്ച് അവർ ഉന്നത തലങ്ങളിലെത്തി, അല്ലെങ്കിൽ ആ കഴിവിനനുസരിച്ച് സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് പ്രയോജനമായിട്ടുള്ള ഓരോ പ്രോസസ്സിലേക്ക് ഏർപ്പെട്ട് അവർ സ്വന്തം കാലം നിൽക്കാൻ പര്യാപ്തതയുള്ളവരായി തീരാനുള്ള റൈറ്റ് അവർക്കുണ്ടെന്ന്. മനസ്സിലായോ? അതാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പം മെൻ്റൽ റിട്ടാർഡേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ഡിസബിലിറ്റീസ് ഒക്കെ പഠിക്കുമ്പം കൺജൽറ്റൽ അനോമലീസ് അന്നേരമൊക്കെ എന്താ അവർ ചെയ്യുന്നത്? അവർക്ക് പല പല കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ല, പക്ഷേ അവരെ നമ്മൾ റിഹാബിലിറ്റേറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ റിഹാബിലിറ്റേഷനൊക്കെ എന്താ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? കാര്യം എന്ന് വെച്ചാൽ അവർക്കുള്ള കഴിവുകൾ, അവർക്ക് റിമൈനിങ് ആയിട്ടുള്ള കഴിവുകൾ എടുത്ത് അവർക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു മീൻസ് കണ്ടെത്തി അവർക്ക് മറ്റുള്ളവർക്ക് ഭാരമാകാതെ ജീവിക്കാനുള്ള കഴിവ്. അതായത് അവർക്ക് തന്നെ തോന്നണം, ഞാൻ ഒരു യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി ആണ്, മറ്റുള്ളവർക്ക് ഞാൻ ഭാരമാകുന്നില്ല എന്നൊരു തോന്നലുണ്ടാക്കാനും അതിനനുസരിച്ച് അതിനുള്ള ഫെസിലിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ കൂടെയുള്ള ഭൂമിയിലുള്ള മറ്റ് ആൾക്കാരുടെയും കൂടെ ചുമതലയാണ്. അതുകൊണ്ടാണ് റൈറ്റ് ടു ലേൺ ടു ബി എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. അവർക്ക് തന്നെ തോന്നണം, എനിക്ക് എൻ്റെ സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവ് നേടിയെടുക്കണം, എനിക്ക് ഇന്ന പരിമിതികളുണ്ട്, അത് വെച്ചുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്നത് ചെയ്ത് ഞാൻ മറ്റുള്ളവർക്ക് ഭാരമാകാതെ ഒരു യൂസ്ഫുൾ മെമ്പറായി തീരാനുള്ള അവകാശം എനിക്കുണ്ട് എന്നവർക്ക് തോന്നണം. അതാണ് വേറെ ഒരു റൈറ്റ് ഓഫ് ചിൽഡ്രൻ. ഒന്നുകൂടെ പറയാം, റൈറ്റ് ടു ലേൺ ടു ബി യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. അപ്പോൾ അതിനകത്ത് അവർ മാത്രം വിചാരിച്ചാൽ പോരാ, മറ്റുള്ളവരൊക്കെ അവർക്ക് ഹെൽപ്പ് കൊടുക്കണം. അതിനാണല്ലോ അവർക്ക് വേണ്ടി റിസർവേഷനൊക്കെ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷന് ഉള്ള ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ തന്നെയാണേലും നമുക്കറിയാം, മെൻ്റലി ഹാൻഡിക്യാപ്ഡ്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ഇവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരെ നല്ലപോലെ ട്രെയിൻ ചെയ്തെടുക്കാൻ കഴിവുള്ള, അതിന് പര്യാപ്തമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയ ആൾക്കാർ ഇവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുത്ത് അവരെ അതിനുള്ള കേപ്പബിൾ ആക്കും. അപ്പോൾ നമ്മൾ മെൻ്റലി റിട്ടാർഡഡ് ഹോമുണ്ട്, ഫിസിക്കലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രത്യേകം ഉണ്ട്, പിന്നെ ഓർഫൻസിനുള്ളതുണ്ട്. അതുപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള, ജന്മനാ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ളവരും അല്ലാത്തവർക്കും ഒക്കെയുള്ളത്. ഇപ്പോൾ ഞാൻ ഓർക്കുന്നു, എപ്പോഴും ഞാൻ ബസ്സിൽ വന്നിടുമ്പോൾ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ ഒരു മനുഷ്യൻ, അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നുമില്ല, പക്ഷേ അയാൾ താഴെ ഇരുന്ന് നിരങ്ങിയാണ് അയാൾ ഒരു ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവൊന്നുമില്ല, എന്നിട്ടും അയാൾ അത്രയും എങ്കിൽ എവിടെയെങ്കിലും ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി ഒരു ബെഡേ കയറി കിടന്ന് കേൾക്കാം. പക്ഷേ അയാളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. കാര്യം അയാൾക്ക് അങ്ങനെ ഒരു റൈറ്റ്, മറ്റുള്ളവർ ഭാരമാകാതിരിക്കാനുള്ള റൈറ്റ് എനിക്കുണ്ടെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഉള്ള കഴിവുകൾ ഉപയോഗിച്ച്. അതെന്ന് വെച്ചാൽ അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, റോഡിൽ നിന്ന് നിരങ്ങിയാണ് ലോട്ടറി ടിക്കറ്റും കൈവച്ചുകൊണ്ട് ഇപ്പം ബസ്സിൽ കയറാൻ വരുന്ന ഒരുപാട് ആൾക്കാർ ബസ് സ്റ്റാൻഡിൽ വരുമല്ലോ, ആ ഒരു ഏരിയയിൽ എപ്പോഴും അയാൾ കാണും. അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുത്തത് എന്തുകൊണ്ടാണ്? അയാൾക്ക് തന്നെ എനിക്ക് അങ്ങനെ ഒരു അവകാശമുണ്ടെന്ന് അയാൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അയാളെ മറ്റുള്ളവരോട് ഭിക്ഷയാചിച്ച് നടക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപിൽ കൈ നീട്ടി നടക്കുകയോ, എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ അങ്ങനെയല്ല. ഈവൻ ദോ ഐ ആം അലൈവ് ഇൻ ദിസ് വേൾഡ്, എനിക്ക് ഇന്ന പരിമിതികളുണ്ട്, എന്നാലും എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാമോയെന്ന് ഞാൻ നോക്കട്ടെ, മറ്റുള്ളവർക്ക് ഭാരമാകാതെ എന്നുള്ളൊരു ചിന്തയുള്ളത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് ഹീ ഈസ് തിങ്കിങ്, ബിക്കോസ് ഹീ ഹാസ് ദ റൈറ്റ് ടു ലേൺ ടു ബി എ യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ കാണാറുണ്ട്, അല്ലേ? ചിലരൊക്കെ ആണെങ്കിൽ ശരി, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാനൊക്കെ ശ്രമിക്കും. ചിലരുണ്ട് മാനസിക രോഗമുള്ളവരുണ്ട്, അവർക്ക് പിന്നെ കുറേ കൂടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനൊന്നും അറിയാവുന്നവരല്ല, റൈറ്റ് എന്താ റോങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരല്ല. അവരെ നമുക്ക് 100% അല്ലെങ്കിൽ അവരെന്താ ഇങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാത്തതെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനോ ഒരു എക്സ്റ്റെൻറ്റ് വരെ പറ്റത്തില്ല. പക്ഷേ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അവരുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് ശാരീരികമായ വൈകല്യമുള്ളവരാ, അവർക്കൊന്നും എന്ത് ചെയ്യാനും പറ്റത്തില്ല. പിന്നെയുണ്ട് ചില വൈകല്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആർട്ടിഫിഷ്യൽ ലിംബ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഓർഗൻസ് കൊടുക്കുക, അങ്ങനെ ഓർത്തോപെഡിക്കലി ഹാൻഡിക്യാപ്ഡിനൊക്കെ ചിലപ്പോൾ സർജറി ചെയ്യുക. ഇപ്പോൾ ക്ലെഫ്റ്റ് ഫുട്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിലും, അതുപോലെ തന്നെ കൂനി നടക്കുന്നവർ, നൂന്ന് നടക്കാൻ വയ്യ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പല സർജറികളും കറക്റ്റീവ് സർജറികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവരുടെ പണം കണ്ടെത്തുകയോ ആരെങ്കിലുമൊക്കെ ഡൊണേഷൻ കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ഡിസബിലിറ്റീസ് ഒരു എക്സ്റ്റെൻറ്റ് വരെ മാറ്റി ആൾക്കാർ അങ്ങനെ ജീവിക്കാറുമുണ്ട്. എന്തായാലും ദർ ഈസ് എ റൈറ്റ് ടു ലേൺ ടു ബി യൂസ്ഫുൾ മെമ്പർ ഓഫ് ദി സൊസൈറ്റി. ഓക്കെ, അത് ചെറുപ്പത്തിൽ അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഓരോ ആൾക്കാരും അതൊക്കെ എങ്ങനെയെങ്കിലും റിലീവ് ചെയ്ത് പോയി ഒരു യൂസ്ഫുൾ മെമ്പർ ആകണം എന്ന് ചിന്തിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൈറ്റ് ടു ബി ബ്രോട്ട് അപ്പ് ഇൻ എ സ്പിരിറ്റ് ഓഫ് പീസ് ആൻഡ് ബ്രദർഹുഡ്. അതായത് ഓരോ ആൾക്കാരും ജീവിക്കുമ്പോൾ ആ ജീവിത സാഹചര്യങ്ങൾ
അതായത് അയാളുടെ ഉള്ള കഴിവുകൾ, സ്പിരിറ്റ് ഓഫ് പീസ്, അതായത് സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷവും അതുപോലെ തന്നെ സാഹോദര്യവും ഒക്കെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ വളരാനുള്ള റൈറ്റ് അവർക്കുണ്ടെന്ന്. അതായത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നെങ്കിൽ മാത്രമേ അവർക്ക് പീസ് ഓഫ് മൈൻഡ്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ലഹള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരു എൻവയൺമെൻറ്റിൽ ജീവിച്ചാൽ മാത്രമേ അവർ നല്ലവരായി സാഹോദര്യത്തോടെയും അല്ലെങ്കിൽ സമാധാനത്തോടെയും ജീവിക്കാൻ അവർക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എൻവയൺമെൻറ്റിൽ ജീവിക്കുക എന്നുള്ള അവകാശവും അവർക്കുണ്ട്. അതായത് നല്ല ജീവിതത്തെ നല്ലതാക്കി തീർക്കാനുള്ള നല്ല എൻവയൺമെൻറ്റിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഈ നല്ല എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എന്തുവാ? അതായത് മനസ്സമാധാനം പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സാഹോദര്യം പ്രൊവൈഡ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു എൻവയൺമെൻറ്റിൽ ജീവിച്ചാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവിതത്തിലും കൂടെ അത് പകർത്തിയിട്ട് സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും ജീവിക്കാനും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കാനും അവർക്ക് കഴിയും. അപ്പം ജനിച്ച് വീഴുമ്പോൾ തൊട്ട് കുട്ടികൾക്ക് തന്നെ അങ്ങനെ ഒരു എൻവയൺമെൻറ്റിൽ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലായോ? അത് ദേ ഹാവ് ദ റൈറ്റ് ടു ബി ബ്രോട്ടപ്പ്. അതായത് അവരെ വളർത്തുന്നത് എങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കണം? ഇൻ എ സ്പിരിറ്റ് ഓഫ് പീസ് ആൻഡ് ബ്രദർഹുഡ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. പിന്നെ അവസാനത്തത് അത് 10th വണ്ണാണ്. ദ റൈറ്റ് ടു എൻജോയ് ദീസ് റൈറ്റ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, കളർ, സെക്സ്, റിലീജിയൻ, നാഷണൽ ഓർ സോഷ്യൽ ഒറിജിൻ. അതായത് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റും എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ടാകണമെന്ന്. അതായത് അത് ഏതിൻ്റെയൊക്കെ, അതായത് ഒരു പക്ഷപാതപരമായിട്ടുള്ള ഒരു കാര്യങ്ങളും, അതായത് ജാതി, മതം, അല്ലെങ്കിൽ ലിംഗം, അല്ലെങ്കിൽ രാജ്യം, അല്ലെങ്കിൽ ഏത് നാഷണാലിറ്റിയാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക പക്ഷപാതപരമില്ലാതെ തന്നെ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റും എൻജോയ് ചെയ്യാനുള്ള റൈറ്റും അവർക്കുണ്ടെന്ന്. അതായത് ഇപ്പോൾ ഇന്ത്യക്കാരനായതുകൊണ്ട് അവന് മാത്രമേ ഈ മേൽ പറഞ്ഞ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ഇന്ത്യയിലെ കുട്ടികൾക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഓരോ സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിലെ പിള്ളേർക്ക് മാത്രമേ ഇതുള്ളൂ, കേരളത്തിലെ പിള്ളേർക്ക് ഇതൊന്നും പറ്റത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഹിന്ദുസിന് മാത്രമേ ഇതൊക്കെ പറ്റൂ, ക്രിസ്ത്യൻസ് ഇതൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാത്രമേ ഇതൊക്കെ അവൈൽ ചെയ്യാൻ പറ്റൂ, ആൺകുട്ടികൾക്ക് ഇതൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മൾ പക്ഷപാതപരമില്ലാതെ ഏത് കുട്ടിക്കും മേളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ റൈറ്റും എൻജോയ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് 10th വൺ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ. മനസ്സിലായല്ലോ? അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. ദ റൈറ്റ് ടു അഫെക്ഷൻ, ലവ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, റൈറ്റ് ടു എൻജോയ് സോഷ്യൽ സെക്യൂരിറ്റി, ന്യൂട്രീഷൻ, housing and medical care, then right to free education, right to full opportunity for play and recreation, right to be to a name and nationality, right to special care if handicapped, right to be the first among those to receive relief in times of disaster, right to learn to be useful member of the society, then right to be brought up in spirit of peace and brotherhood, then the right to enjoy these rights എന്ന് പറഞ്ഞാൽ the above rights regardless of race, color, sex, religion, national or social origin. അപ്പോൾ ഇത്രയാണ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഈ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ഈസ് നോൺ ആസ് ദ ഇന്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ വിച്ച് ഈസ് ഡിക്ലെയർഡ് ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO അല്ല, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഓൺ 20th November 1959. And India is also a member of this UNO, so it is applicable to children of the India also. അപ്പോൾ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ മനസ്സിലായല്ലോ. ഇനിയും ലീഗൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പേരൻസ്. അതായത് ഇനിയും നമുക്ക് പറയാനുള്ളത് ചില നിയമങ്ങൾ കുട്ടികളും അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പേരൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതായത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ പോകുമ്പോൾ ഹെൽത്ത് കെയർ പ്രൊവൈഡായിട്ട് വാർഡിലും ഹോസ്പിറ്റലിലും ഒക്കെ പോകുമ്പോൾ അവരുടെ കൂടെ കുട്ടികളുടെ കൂടെ അവരുടെ കെയർ ടേക്കറായിട്ട് അവരുടെ അമ്മയും കാണും, അല്ലേ? കുട്ടികളെ മാത്രമായിട്ട് അഡ്മിറ്റ് ചെയ്യത്തില്ലല്ലോ. കാരണം അവർ വളരെ യങ് ഏജിലുള്ളവരായതുകൊണ്ട് അവർക്ക് ഡിസിഷൻ മേക്കിംഗ് പറ്റില്ല, അവർക്ക് സെൽഫ് ഡിപ്പെൻഡൻ്റ് അല്ല. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ അവരുടെ പേരൻസ് ഉണ്ടാകും. അപ്പോൾ പേരൻസിനെ പറ്റിയും ലീഗൽ റൈറ്റ്സ് ചിലതൊക്കെ കുട്ടികളുമായിട്ട് റിലേറ്റ് ചെയ്ത പേരൻസിനും ചില ലീഗൽ റൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് എന്താണെന്ന് ബ്രീഫായിട്ടൊന്ന് നോക്കാം. ദാറ്റ് ഈസ് ചിൽഡ്രൻ വെൻ ടു യങ് ടു കെയർ ഫോർ ദംസെൽവ്സ്, പേരൻസ് അതർ സബ്സ്റ്റിറ്റ്യൂട്ട് ആർ റിക്വയർഡ് ടു പ്രൊവൈഡ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ കെയർ. അതായത് കുട്ടികൾ വളരെ വളരെ ചെറിയ പ്രായത്തിലുള്ളവരാകുമ്പോൾ അവർക്ക് അവരെ തന്നെ കെയർ ചെയ്യാനുള്ള കഴിവില്ല, അങ്ങനെ ഒരു ഡിസിഷൻ മേക്കിങ്ങിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടി അവരെ കെയർ കൊടുക്കാൻ വേണ്ടി പേരൻസ് അല്ലെങ്കിൽ അതർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടാവണം
എന്തിനാ? ടു പ്രൊവൈഡ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ കെയർ. ഇത്രയും കാര്യങ്ങൾക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവരുടെ പേരൻസിന് അവർക്ക് റൈറ്റ് ഉണ്ട്. അവരുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണത്. കുട്ടികൾ വളരെ ചെറുതാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത്. മനസ്സിലായല്ലോ? അവർക്ക് അഡൽട്ടല്ല, അവർക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ കഴിവില്ല, അവർക്ക് ബുദ്ധി അവരുടേത് ഓക്കെ ആയിട്ടില്ല. ബുദ്ധി ഇല്ലെന്നല്ല അർത്ഥം, അവരുടേത് അവർ ബ്രെയിൻ ഈസ് അണ്ടർഗോയിങ് ഡെവലപ്മെൻ്റ് ഉള്ളി. അപ്പോൾ പല പല കാര്യങ്ങൾ ശരിയേതാ തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല, ഒരു നല്ല ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ല. അങ്ങനെ വരുന്നതുകൊണ്ട് സ്വന്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല കുഞ്ഞുങ്ങളാകുമ്പോൾ. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാ പരിഗണനയും കെയറും കൊടുക്കേണ്ടത് പേരൻസിൻ്റെ ചുമതലയാണ്. അതാണ് ലീഗൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പേരൻസിൽ ഒന്ന്. വേറൊന്ന്, വെൻ ഫുഡ് neglected or abuse should be reported legally for help. When food neglected ഇത് ഇതിനകത്ത് ഇതിനകത്ത് എന്താ മിസ്റ്റേക്ക് ഉണ്ട്. അതായത് വെൻ ദ ചൈൽഡ് ഇസ് നെഗ്ലക്റ്റഡ് ഓർ അബ്യൂസ്ഡ് ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ലീഗലി ഫോർ ഹെൽപ്പ്. അതായത് ഏതെങ്കിലും തരത്തിലൊരു കുട്ടിക്ക് അതായത് നെഗ്ലക്റ്റ് അല്ലെങ്കിൽ അബ്യൂസ് ഒക്കെ അണ്ടർഗോ ചെയ്യുവാണെങ്കിൽ അത് കഴിയുന്നത്ര ഇതായിട്ട് അവരെ ആരെങ്കിലും ഇൻവോൾവ് അറിയിച്ചിരിക്കണം. അതായത് ഏതെങ്കിലും തരത്തിലൊരു കുട്ടി നെഗ്ലക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരേതെങ്കിലും തരത്തിൽ അബ്യൂസ്ഡ് ആണെന്ന് മനസ്സിലാക്കപ്പെട്ടാൽ അത് കഴിയുന്നത്ര വേഗത്തെ അത് മറ്റുള്ളവരെ ഇൻഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ പോലീസിനെ അതുപോലുള്ള അതോറിറ്റീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. എന്തിനു വേണ്ടി? അവർക്ക് ഹെൽപ്പ് കിട്ടാൻ വേണ്ടി. മനസ്സിലായോ? സോ വെൻ ഫൗണ്ട് നെഗ്ലക്റ്റഡ് ഓർ അബ്യൂസ്ഡ് ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ലീഗലി ഫോർ ഹെൽപ്പ്. അതാണ് അതും അവരുടെ പേരൻസിൻ്റെ ഉത്തരവാദിത്വമാണ്. ഏതെങ്കിലും കാര്യത്തിൽ കുട്ടിയെ നെഗ്ലക്റ്റഡ് ആയിട്ടോ അബ്യൂസ്ഡ് ആയിട്ടോ കാണപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ലീഗലി റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ അടുത്തത്, ഗവൺമെൻറ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് അഡീഷണൽ ഹെൽപ്പ് ഫോർ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ അംഗവൈകല്യം ഉള്ളവരാണ് അല്ലെങ്കിൽ അംഗപരിമിതി ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കണം. അതായത് ഗവൺമെൻറ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് അഡീഷണൽ ഹെൽപ്പ് ഫോർ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ പേരൻസിന് അവയർനെസ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ അവർക്ക് ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് പലതും അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രന് വേണ്ടി. ഇപ്പം ഞാൻ മുമ്പ് എക്സാമ്പിൾ പറഞ്ഞില്ല, ബസ്സിൽ കയറുമ്പോൾ കുട്ടികൾക്ക് റിസർവേഷൻ സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് റിസർവേഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ഹാൻഡിക്യാപ്ഡ് വേണ്ടിയുള്ള ഈ പറയുന്ന സ്പെഷ്യൽ കെയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിനെപ്പറ്റി പേരൻസ് അവെയർ ആകണം. അത് ആ കുട്ടികൾക്ക് കിട്ടത്തക്കവണ്ണം അവർ പ്രവർത്തിക്കുകയും വേണം. അതാണ് വേറെ ഒരു ലീഗൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പേരൻസ്. പിന്നെ വേറൊന്ന്, അല്ലെങ്കിൽ അവർക്കത് കൊടുക്കാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടിയിരിക്കണം. അതിനെപ്പറ്റി അത് നേടിയെടുത്ത് കൊടുക്കാനുള്ള അവയർനെസ് പേരൻസിനും ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് അത് നേടിയെടുത്ത് കൊടുക്കുകയും വേണം. പിന്നെ they have the right to express their desires when decisions are made about them. അതായത് ഈ കുട്ടികളെ പറ്റി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ കുട്ടികളെ പറ്റി എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോൾ കുട്ടികളുടെയും പേരൻസിൻ്റെയും റൈറ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള, അതായത് അവരുടെ ആഗ്രഹങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു ചാൻസ് അവർക്ക് കൊടുക്കണം. ദാറ്റ് ഈസ് ഹാവ് ദ റൈറ്റ് ടു എക്സ്പ്രസ് ദെയർ ഡിസയേഴ്സ് വെൻ ഡിസിഷൻസ് ആർ മെയ്ഡ് അബൌട്ട് ദം. അതായത് കുട്ടികളെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡിസിഷൻ എടുക്കേണ്ട വരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് അവരുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ അവരുടെ അഭിലാഷം എന്താണെന്ന് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊടുക്കണം. അതിനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അല്ലെങ്കിൽ അവരോട് അവരുടെ ഡിസയർ എന്താണെന്ന് ചോദിക്കാതെ കുട്ടികളെ പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നർത്ഥം. അതായത് കുട്ടികളും അവരുടെ അച്ഛനമ്മമാരും കുട്ടികളെ പറ്റി എന്തെല്ലാം തീരുമാനങ്ങളാണ് ഗവൺമെൻറ് ആയാലും ഏതെങ്കിലും ഏജൻസിയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് വേണം. അതാണ് പറയുന്നത്, parents and children have the right to express their desires when decisions are made about them. Okay. പിന്നെ ഫോർ കസ്റ്റഡി ഓഫ് ചിൽഡ്രൻ കോർട്ട് അപ്പോയിൻമെൻറ്റ് സെപ്പറേറ്റ് ലീഗൽ കൗൺസിൽ ഫോർ ചിൽഡ്രൻ. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ കുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ അങ്ങനെയുള്ളപ്പോൾ കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ലീഗൽ കൗൺസിലിനെ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് ഫോർ കസ്റ്റഡി ഓഫ് ചിൽഡ്രൻ കോർട്ട് അപ്പോയിൻറ്റ് സെപ്പറേറ്റ് ലീഗൽ കൗൺസിൽ ഫോർ ചിൽഡ്രൻ.
കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ഈ പറയുന്ന നിയമപരമായ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ലീഗൽ കൗൺസിലിനെ കോർട്ട് അപ്പോയിൻ്റ് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക പരിഗണന കൊടുക്കുന്നു എന്നർത്ഥം. ഓക്കെ, പിന്നെ അടുത്തത്, പേരൻസ് ഡു നോട്ട് ഹാവ് ലീഗൽ റൈറ്റ് ടു വിത്ത്ഹെൽഡ് മെഡിക്കൽ കെയർ ഫ്രം എ ചിൽഡ്രൻ ഇഫ് പേരൻസ് നെഗ്ലക്ട് കോർട്ട് മേ അസ്യൂം ദ റെസ്പോൺസിബിലിറ്റി. അതായത് കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് ഒരു കാരണവശാലും കുട്ടികൾക്ക് കിട്ടുന്ന മെഡിക്കൽ കെയർ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഏതെങ്കിലും കാരണവശാൽ കുട്ടികൾക്ക് അസുഖം വരികയോ അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് മെഡിക്കൽ കെയർ കിട്ടണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അത് റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഒരു പേരൻസിനും ഇല്ല. അങ്ങനെ പേരൻസ് ചെയ്താൽ കോർട്ട് അറിഞ്ഞാൽ അല്ലെങ്കിൽ കോടതി അറിഞ്ഞാൽ കോടതി ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നർത്ഥം. That is, parents do not have the legal right to withhold medical care from the child, and if the parents neglect, court may assume the responsibility. മനസ്സിലായല്ലോ? അതാണ് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ലീഗൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പേരൻസ്. പിന്നെ വേറൊന്ന്, ചിൽഡ്രൻ മേ ഹാവ് ദ റൈറ്റ് ടു നോ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ കെയർ ഇൻക്ലൂഡിങ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഹെൽത്ത് ടീം. അതായത് അവരൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ പോകുന്നുണ്ടേ അവരെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ് എന്നുള്ളത് അവരറിഞ്ഞിരിക്കണം. അതായത് ഇപ്പോൾ നമുക്കറിയാം ഒരു ഹെൽത്ത് ടീം അവിടെ കാണും, അതിനകത്ത് ഡോക്ടേഴ്സ് കാണും. അങ്ങനെ വരുമ്പോൾ ആരാണ് എൻ്റെ മെഡിക്കൽ കെയറിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ഓരോ കുട്ടിക്കും അറിയാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് ചിൽഡ്രൻ may have the right to know who is responsible for their care including all the members of the health team. Okay, പിന്നെ അടുത്തത്, adolescent has the right to obtain information about and confidential management of birth control measures, pregnancy, abortion, sexually transmitted diseases, alcohol and drug abuse and psychiatric problem. ഇത്രയും കാര്യങ്ങളെപ്പറ്റി ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളെപ്പറ്റി പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടാനുള്ള അല്ലെങ്കിൽ അറിയാനുള്ള റൈറ്റ് അഡോളസൻസിനുണ്ടെന്ന്. അതായത് അഡോളസൻസ് എന്ന് പറയുന്നത് കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിൽ ഏറ്റവും അവസാനത്തെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് വരുന്ന ഒരു അഡോളസൻസ് അല്ലേ. അപ്പോൾ അവർക്കും ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഫുൾ ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. എന്തിനെ പറ്റിയൊക്കെയാണ്? അതായത് കോൺഫിഡൻഷ്യൽ മാനേജ്മെൻറ്റ് ഓഫ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, ദെൻ പ്രഗ്നൻസി, അബോർഷൻ, അതായത് സെക്സ് എഡ്യൂക്കേഷനൊക്കെ കുറേ അവർക്ക് കിട്ടിയിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അതായത് ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, പ്രഗ്നൻസി, അബോർഷൻ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസ് ആൻഡ് സൈക്കാട്രിക് പ്രോബ്ലം. ഇത്രയും മെഡിക്കൽ റിലേറ്റഡ് പ്രോബ്ലത്തിനെ പറ്റി വേണ്ട വിവരങ്ങളെല്ലാം അറിയാനുള്ള റൈറ്റ് അഡോളസൻസിനുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പോൾ എങ്ങനെയാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റഡ് ആകുന്നത്, അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയൊക്കെ സാധിക്കാം. പിന്നെ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് അബ്യൂസ്, അതായത് ആൽക്കഹോൾ, ഡ്രഗ് ഇതൊക്കെ കഴിച്ചാൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, അതിൻ്റെ അഡ്വേഴ്സ് ഇഫക്റ്റ് എന്തൊക്കെയാണ്, അത് കഴിച്ചാൽ എന്തെങ്കിലും അവർക്ക് പണിഷ്മെൻറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ മാനസിക രോഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ്, ഏതൊക്കെ തരമുണ്ട്, എങ്ങനെയാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, ട്രീറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ബേസിക്കലി പല ഇൻഫർമേഷനും അറിയേണ്ട ചില മെഡിക്കൽ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റിയും അറിയാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഓക്കെ, സോ അഡോളസൻറ്റ് ഹാവ് ദ റൈറ്റ് ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ അബൌട്ട് ആൻഡ് കോൺഫിഡൻഷ്യൽ മാനേജ്മെൻറ്റ് ഓഫ് ബർത്ത് കൺട്രോൾ മെഷേഴ്സ്, pregnancy, abortion, sexually transmitted diseases, alcohol, drug abuse and psychiatric problems അല്ലെങ്കിൽ psychiatric disorders. അപ്പോൾ ഇത്രയാണ് ലീഗൽ റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പേരൻസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇതിനെപ്പറ്റിയും ചിലപ്പോൾ ഷോർട്ട് നോട്ടിനൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യമേ നമ്മൾ ചിൽഡ്രൻസ് റൈറ്റ് കഴിഞ്ഞു, പിന്നെ ലീഗൽ റൈറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് പേരൻസ് ആണ് ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടോപ്പിക്ക് നമ്മളിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. അതായത് ഇനിയും കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടി എന്തെല്ലാം നിയമ നടപടികൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ, ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. ഇതിനകത്ത് പറയുന്നത് ഇത് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് കെയറൊക്കെ കൊടുക്കുമ്പോൾ പല കാര്യങ്ങളിൽ റിസോഴ്സ് പേഴ്സണായിട്ട് നമ്മൾ ആകേണ്ട സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ ഇതുമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന പലരോടും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഒരുപാട് കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, ബേസിക് തിങ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ലീഗൽ ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. ചൈൽഡ് വെൽഫെയർ ലെജിസ്ലേഷൻ റെഫേഴ്സ് ടു ലോസ് ആൻഡ് ആക്ട്സ് ഫോർ പ്രൊട്ടക്ഷൻ, വെൽഫെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് ദോസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ.
അതായത് ഇതിനകത്ത് എന്തൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു ലോസ് ആൻഡ് ആക്ട്സ്. നമുക്ക് നിയമങ്ങളും അതുപോലെ തന്നെ ആക്റ്റും, കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആക്ട് എന്നൊക്കെ പറയത്തില്ലേ, ആക്റ്റും എന്തിനു വേണ്ടി? ഫോർ പ്രൊട്ടക്ഷൻ, വെൽഫെയർ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻക്ലൂഡിങ് ദോസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. അതായത് ചില കാര്യങ്ങൾ നിയമപരിരക്ഷയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം അവർക്ക് പല പല റൈറ്റ് നിഷേധിക്കുമ്പോൾ അവർക്ക് അതിനുവേണ്ടി ഒരു കോടതിയിൽ പോകുന്ന ആൾക്കാരും കുട്ടികളും ഒക്കെ ഉണ്ട്, പേരൻസും ഒക്കെ ഉണ്ട്. അപ്പം അവരെയും കൂടെ ഉൾപ്പെടുത്തി അവരുടെ വെൽഫെയറിന് വേണ്ടി, അതായത് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ റിഹാബിലിറ്റേഷന് വേണ്ടിയും അല്ലെങ്കിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയും ഉള്ള നിയമ സംവിധാനങ്ങളെയാണ് നമ്മൾ ലെജിസ്ലേഷൻ റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. Okay, so child welfare legislation refers to laws and acts for protection, welfare and rehabilitation of children, including those in conflict with the law. Those in conflict with the law എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, അവർക്ക് പല പല അധികാരങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് റിലേറ്റീവ്സ്, ഇതൊക്കെ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വരുന്നതന്നെ അവർക്ക് കിട്ടേണ്ട അധികാരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അവർ കോടതിയിൽ പോകും. അപ്പോൾ അന്നേരമാണ് പറയുന്നത്, അതായത് ദ ചൈൽഡ് ഹൂ ഈസ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭം അവരുടെ വെൽഫെയറിന് വേണ്ടിയും ഈ പറയുന്ന ലെജിസ്ലേഷൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ ലെജിസ്ലേഷൻ ആർ ഡിറൈവ് സ്ട്രെങ്ത് ഫ്രം കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസ് സച്ച് ആസ് ആർട്ടിക്കിൾ 24, 39 and 45. നാഷണൽ പോളിസി ഓഫ് ചിൽഡ്രൻ അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1974 ആൻഡ് UNO's ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്. അതായത് ഈ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിയമ സംവിധാനം കുട്ടികൾക്ക് വേണ്ടി നാട്ടിൽ നടപ്പാക്കാൻ കാരണവും അതിനുള്ള ഒരു പിന്തുണയും എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമ്മുടെ ഭരണഘടനയിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക കൺസിഡറേഷൻ കൊടുക്കണമെന്ന് പറയുന്ന ചില ആർട്ടിക്കിൾസ് ഉണ്ട് ഭരണഘടനയിൽ. ആ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 24, 39, 45. ഈ 3 ആർട്ടിക്കിൾ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്, അവരുടെ വെൽഫെയറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അവർക്ക് കുട്ടികൾക്ക് എന്തെല്ലാം റൈറ്റ് കിട്ടണം, അവർക്ക് എന്തെല്ലാം പരിഗണന കൊടുക്കണമെന്ന് ഈ ആർട്ടിക്കിൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിഷേധിക്കപ്പെട്ടാൽ തീർച്ചയായും ഈ ആർട്ടിക്കിളിൻ്റെ ബേസിസിൽ അവർക്ക് നിയമ നടപടികൾക്ക് അണ്ടർഗോ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതാണ് ഒരു കാര്യം. പിന്നെ വേറൊന്ന് കാര്യമ്പം ഇന്ത്യക്ക് തന്നെ ഒരു നാഷണൽ പോളിസി ഫോർ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പോളിസി. അതാണ് നാഷണൽ പോളിസി വിച്ച് ഈസ് അഡോപ്റ്റഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 1974. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. അപ്പോൾ അതും ലെജിസ്ലേഷനെ സപ്പോർട്ട് ചെയ്യുന്നു, കുട്ടികളുടെക്ക് വേണ്ടിയുള്ള ലെജിസ്ലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന സെക്കൻഡ് കാര്യമാണത്. പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ. നമ്മൾ മുമ്പേ പറഞ്ഞത് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് ചിൽഡ്രൻ ഏതൊക്കെയാണെന്ന്. അപ്പോൾ അത് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷനാണ് ഡിക്ലെയർ ചെയ്തതും അങ്ങനെയാണ് അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് റൈറ്റ്സ് ഓഫ് ചിൽഡ്രൻ ആയതുമൊക്കെ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടി നിയമ നടപടികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിച്ചത്. മനസ്സിലായോ? സോ ദ ലീഗൽ ലെജിസ്ലേഷൻ ഡ്രൈവ്സ് സ്ട്രെങ്ത് ഫ്രം constitutional articles such as Article 24, 39 and 45 and National Policy for Children adopted by the Government of India in 1974 and UNO's Declaration of Right of Children. ഈ 3 കാര്യങ്ങൾ ആണ് കുട്ടികൾക്ക് വേണ്ടി ലെജിസ്ലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബേസിക് സപ്പോർട്ട് കൊടുത്ത കാര്യങ്ങൾ. ഓക്കെ, ഈ 3 എണ്ണമാണ്. അപ്പോൾ ലെജിസ്ലേഷൻ കുട്ടികൾക്ക് വേണ്ടി നിയമ സംവിധാനങ്ങളും നിയമ നടപടികളും എങ്ങനെയാണ് രാജ്യത്തുണ്ടായെന്നുള്ളതിൻ്റെ കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞത്. ഇനിയും അങ്ങനെയാണ് ചില കുട്ടികൾക്ക് വേണ്ടി ചില ആക്ട് ഉണ്ടാക്കി, ആക്ട്സ് റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. അപ്പോൾ ഈ 3 നേരത്തെ പറഞ്ഞ ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നിയമ നടപടികൾ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള അതിനെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. ആ സപ്പോർട്ടും ഒക്കെ അനുസരിച്ച് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ രാജ്യത്തുണ്ടാക്കി. ആ നിയമ സംവിധാനങ്ങൾ പല ആക്ട് എന്നുള്ള രൂപത്തിലാണ് വെളിയിൽ വന്നത്. ഈ ആക്റ്റാണ് ഇതിനകത്ത് പറയുന്നത്, ആക്ട്സ് റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചിൽഡ്രൻസ് ആക്ട് ഓഫ് 1960, ദെൻ ചൈൽഡ് ലേബർ ആക്ട് ഓഫ് 1986, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഓഫ് 1986, ദെൻ ചൈൽഡ് മാരേജ് റെസ്ട്രെയിൻഡ് ആക്ട് ഓഫ് 1929, എഡ്യൂക്കേഷൻ ഫോർ ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് ഓഫ് 1975, ദെൻ ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആക്ട് ഓഫ് 1974, then Rehabilitation Act 1973, then Parent Kidnapping Prevention Act of 1980, Runaway Youth Act and Social Security Act.
ഇത്രയും ആക്റ്റാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആദ്യത്തെ 5-6 ആക്റ്റാണ്. അതിപ്പോഴും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടും അതൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു ഇയറിനകത്തൊരു മിസ്റ്റേക്ക് വന്നേക്കുന്നത്, അതായത് ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആക്ട് ഓഫ് 1974 ആണ്. അത് 1794 എന്ന് എഴുതിയിരിക്കുന്നത്, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കും കണ്ട. അപ്പോൾ ഇത്രയാണ് ആക്ട്സ് റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. ഏതൊക്കെയാണ്? ദ ചിൽഡ്രൻസ് ആക്ട് of 1960, Child Labour Act 1986, Juvenile Justice Act 1986, Child Marriage Restraint Act of 1929, then Education for All Handicapped Children Act of 1975, then Child Abuse Prevention and Treatment Act of 1974, Rehabilitation Act of 1973, then Parent Kidnapping Prevention Act of 1980, Runaway Youth Act, അതിൻ്റെ ഇയർ ഇതിനകത്തില്ല. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി ആക്ട്. ഇത്രയാണ് ആക്ട്സ് റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയർ. ഓക്കെ, അപ്പം ആക്ട്സ് റിലേറ്റഡ് ടു ചൈൽഡ് വെൽഫെയറും ഇതിനകത്ത് 10 എണ്ണമാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് ഇതിനകത്തെ ബ്രീഫായിട്ട് ഓരോന്നും എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അത് നമുക്ക് അതിനകത്ത് ഞാനിത് സ്ലൈഡില്ല, എന്നാലും ഞാൻ പറയാം എന്തൊക്കെയാണെന്ന്. അത് നിങ്ങളുടെ പുസ്തകത്തിൻ്റെ നിങ്ങളുടെ റിംബിൾ ശർമ്മയുടെ ബുക്ക് നോക്കിയാൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റും. ഈവൻ ദെൻ ഐ വിൽ ഗിവ് എ ബ്രീഫ് ഓവർവ്യൂ ഓഫ് ദിസ് ഡിഫറെൻറ്റ് ആക്ട്. അതായത് ചിൽഡ്രൻസ് ആക്ട് ഓഫ് 1960 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഇൻ 1960 ആൻഡ് ഇറ്റ് ഈസ് അമെൻഡഡ് ഇൻ 1977. ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ കെയർ, മെയിൻ്റനൻസ്, വെൽഫെയർ, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് ഡെലിക്വൻറ്റ് ചിൽഡ്രൻ. മനസ്സിലായോ? അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് പ്രൊവൈഡ്സ് ഫോർ കെയർ, maintenance, welfare, training, education and rehabilitation of delinquent children. Then the group of children coming under this act are neglected children in 2 groups. ഇനി അത് ഇതിൻ്റെ ഈ ആക്ടിൻ്റെ അണ്ടറിൽ വരുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ചിൽഡ്രൻ ഹു ആർ ഫൗണ്ട് ബെഗിങ്, യാചകരായിട്ട് കാണുന്ന കുട്ടികൾ, ദെൻ വിതൗട്ട് ഹോം, ചിൽഡ്രൻ വിതൗട്ട് ഹോം, വീടില്ലാത്ത കുട്ടികൾ, ദെൻ ഡെസ്റ്റിറ്റ്യൂട്ട്സ് ഓർ ഓർഫൻ, അനാഥര് അല്ലെങ്കിൽ യാചകരായിട്ട് കാണപ്പെടുന്നവർ, ദെൻ ദോസ് വിത്ത് അൺഫിറ്റ് പേരൻസ് ടു ഗിവ് കെയർ, അതായത് അവർക്ക് വേണ്ട കെയർ കൊടുക്കാൻ ഫിറ്റായിട്ടുള്ള പേരൻസ് ഇല്ലാത്തവർ, ദെൻ ദോസ് ചിൽഡ്രൻ ഹു ലിവ്സ് ഇൻ എ ബ്രോതൽ ഓർ വിത്ത് എ പ്രോസ്റ്റിറ്റ്യൂട്ട്, അതായത് മറ്റേ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കൂടെയൊക്കെ ജീവിക്കാൻ ഉള്ള സാഹചര്യം വരുന്നവർ, പിന്നെ ഇല്ലെജിറ്റിമേറ്റ് വിതൗട്ട് മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്, അതായത് അവർക്ക് പരിഗണനയൊന്നും കൊടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥയിലെത്തുന്ന ആൾക്കാർ, പിന്നെ എക്സ്പോസ് ടു മോറൽ ഡേഞ്ചർ, അതായത് അവരുടെ ധാർമ്മികത്വം നഷ്ടപ്പെടാൻ പറ്റിയ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്നവർ, അതാണ് എക്സ്പോസ് ടു മോറൽ ഡേഞ്ചർ എന്ന് പറഞ്ഞത്. ഇത് കൂടാതെ ചിൽഡ്രൻ ഓഫ് പേരൻസ് വിത്ത് ലെപ്രസി, ചിൽഡ്രൻ ഓഫ് ബെഗേഴ്സ്, ചിൽഡ്രൻ ഓഫ് അൺസൗണ്ട് മൈൻഡ്, അത് സൈക്കാട്രിക് പേഷ്യൻ്റ്, അൺസൗണ്ട് മൈൻഡ്, ഗേൾസ് ഇൻ മോറൽ ഡേഞ്ചർ. ഇത്രയും ആൾക്കാരാണ് ഈ പറയുന്ന ചിൽഡ്രൻസ് ആക്ടിൻ്റെ പരിധിയിൽ വരാവുന്ന ആൾക്കാർ. മനസ്സിലായോ? അപ്പോൾ ഇവരുടെ വെൽഫെയറിന് വേണ്ടിയാണ് ഈ ആക്ട് നിലവിൽ നിൽക്കുന്നത്, ചിൽഡ്രൻസ് ആക്ട് ഓഫ് 1960. ഓക്കെ, അപ്പോൾ അതിനകത്ത് ചിൽഡ്രൻസ് ആക്ടിനകത്ത് ആരൊക്കെയാണ് ഉൾപ്പെടുത്തുന്നതെന്നും അത് എന്നാ ഫോം ചെയ്തതെന്ന് വെച്ചാൽ 1960 അമെൻഡ് ചെയ്തത് 1977 ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് കെയർ, മെയിൻ്റനൻസ്, വെൽഫെയർ, ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിഹാബിലിറ്റേഷൻ ഓഫ് മെയിൻലി ഡെലിക്വൻറ്റ് ചിൽഡ്രൻ. പിന്നെ കുറേ പേരുടെ പേരും കൂടെ പറഞ്ഞിട്ടുണ്ട്. നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ എന്നും പറഞ്ഞ് ഒരു കാറ്റഗറി, അത് ഡയറക്റ്റായിട്ടും കൊടുക്കും, അല്ലെങ്കിൽ ചില പേരൻസ് ഉണ്ട് അവർക്ക് കുട്ടികൾക്ക് പരിരക്ഷിക്കാൻ കഴിവില്ലാത്തവരായിരിക്കും, അതായത് പേരൻസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് അല്ലെങ്കിൽ ബെഗേഴ്സ് അങ്ങനെയൊക്കെയുള്ളവർ. അപ്പോൾ അവരെല്ലാം തന്നെ ഈ കാറ്റഗറി വരും. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ ഈ നെഗ്ലക്റ്റഡ് ചിൽഡ്രനെ ക്യാൻ ബി ടേക്കൻ കെയർ ഓഫ്, അതായത് അവർക്ക് ഈ പറയുന്ന അക്കോർഡിംഗ് ടു ദിസ് ആക്ട് അവർക്ക് കെയർ കൊടുക്കാൻ, പിന്നെ ഇവർക്ക് കെയർ കിട്ടത്തില്ലല്ലോ, അപ്പോൾ അവർക്ക് കെയർ കൊടുക്കാൻ അധികാരപ്പെട്ട ആൾക്കാരാണ് പോലീസ് ക്യാൻ ബി, അല്ലെങ്കിൽ പ്രൊബേഷൻ ഓഫീസർ എന്നും പറഞ്ഞ ഒരാളുണ്ട്, അതല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് ഒബ്സർവേഷൻ ഹോം, അവരെ ചില ഒബ്സർവേഷൻ ഹോമിലൊക്കെ കൊണ്ടിട്ട് അവിടുത്തെ സൂപ്രണ്ട്, പിന്നെ പ്രൊബേഷൻ ഓഫീസർ, പിന്നെ പോലീസ്. അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽപ്പെട്ട് കുട്ടികളെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ ഏൽപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സുരക്ഷിത സമിതികളുണ്ട് അവിടെയൊക്കെ ഏൽപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം എനി ചൈൽഡ് നീഡിങ് കെയർ, പ്രൊട്ടക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോൾസ് അണ്ടർ പെർവ്യൂ ഓഫ് ചിൽഡ്രൻസ് ആക്ട്. അതായത് ഏത് കുട്ടിയും, അതായത് എനി ചൈൽഡ് നീഡിങ് കെയർ,
പ്രൊട്ടക്ഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഫോൾസ് അണ്ടർ ദ പെർവ്യൂ ഓഫ് ചിൽഡ്രൻസ് ആക്ട്. ഇപ്പോൾ പലയിടത്തും വെച്ച് കുട്ടികളും പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികളും റേപ്പ് ചെയ്യപ്പെടുന്ന കുട്ടികളെയും പറ്റിയൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആരാണ് ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരെ നോക്കാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യം കൊണ്ടാണ് അവർക്കങ്ങനെ പറ്റിയതെങ്കിൽ അവരെ പിന്നെ ടേക്ക് കെയർ ചെയ്യുന്നത് പോലീസോ പ്രൊബേഷൻ ഓഫീസറോ അതല്ലെങ്കിൽ സൂപ്രണ്ട് ഓഫ് ഒബ്സർവേഷൻ ഹോം, അതായത് അവരെ കൊണ്ടുപോയി ഒരു ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിക്കും. അപ്പോൾ അവിടുത്തെ സൂപ്രണ്ടിന് അധികാരമുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് അവരുടെ ഉത്തരവാദിത്തം പിന്നെ ഏറ്റെടുക്കുന്നത്. അതായത് ഇതിനകത്തെല്ലാം ഇത് പറയുന്ന എല്ലാം ചിൽഡ്രൻസ് ആക്ടിൻ്റെ പ്രൊവിഷനാണ്. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ വേറെ ഒരു ആക്റ്റാണ് ചൈൽഡ് ലേബർ ആക്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടു പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ എംപ്ലോയ്മെൻറ്റ്, അതായത് ചില ജോലികളിൽ കുട്ടികളെ ഉൾപ്പെടുത്താൻ പാടില്ല എന്നതാണ് ഈ നിയമം പറയുന്നത്. മനസ്സിലായോ? ആൻഡ് ടു റെഗുലേറ്റ് ദ വർക്കിംഗ് കണ്ടീഷൻ ഇൻ നോൺ ഹസാർഡസ് എൻവയൺമെൻറ്റ്, അതായത് കുട്ടികൾക്ക് എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടാകുന്ന ഒരു ജോലികളിലും കുട്ടികളെ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു പ്രത്യേകതയാണ് ചൈൽഡ് ലേബർ ആക്ടിലുള്ളത്. ദാറ്റ് ഈസ് ടു പ്രൊഹിബിറ്റ് ദ എൻഗേജ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ഇൻ സർട്ടൻ എംപ്ലോയ്മെൻറ്റ്. ചില ജോലികളിൽ അവരെ ചെയ്യിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുവാണെങ്കിൽ അവരുടെ വർക്കിംഗ് എൻവയൺമെൻറ്റ് നോൺ ഹസാർഡസ് ആയിരിക്കണം. മനസ്സിലായോ? പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വർക്കിംഗ് ഡ്യൂറേഷൻ ഷുഡ് ബി ഓൺലി 6 hours, 6 മണിക്കൂറേ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് 1 hour ബ്രേക്കും കൊടുക്കണം. അതായത് 3 മണിക്കൂർ ജോലി ചെയ്തിട്ട് 1 മണിക്കൂർ ബ്രേക്ക് കൊടുത്തിട്ട് വീണ്ടും അവർക്ക് 3 മണിക്കൂർ ജോലി ചെയ്യിക്കാവുള്ളൂ. കണ്ടിന്യൂസ്ലി അവരെ 6 hours ജോലി ചെയ്യിക്കാൻ പാടില്ല. ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് 6 hours ആകാൻ പാടുള്ളൂ. പിന്നെ കുട്ടികളുടെ വർക്കിനെ പറ്റിയായി പറയുന്നത്. പിന്നെ നോ വർക്ക് ടൈം ബിറ്റ്വീൻ 7 PM and 8 AM, അതായത് വൈകുന്നേരം 7 മണി തൊട്ട് രാവിലെ 8 മണി വരെ അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല. പിന്നെ ദേ മസ്റ്റ് ഗെറ്റ് 1 holiday per week, ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഹോളിഡേ കിട്ടിയിരിക്കണം. പിന്നെ എംപ്ലോയർ ഷുഡ് നോട്ടിഫൈ ദ പോലീസ് അബൌട്ട് ജോയിനിങ് ഓഫ് എനി ചൈൽഡ് വിതിൻ 30 days ഓഫ് ജോയിനിങ്, അതായത് ഒരു കുട്ടി ഏതെങ്കിലും ജോലിക്ക് ജോയിൻ ചെയ്താൽ ആ കുട്ടിയെ ആരാണോ ജോലിക്ക് എടുക്കുന്നത് ആ എംപ്ലോയർ അവർ വന്ന് ജോലിയിൽ വന്ന് ജോയിൻ ചെയ്തതിന് ശേഷമുള്ള 30 ദിവസത്തിനകം അത് അവർ പോലീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. അതായത് ഒരു കുട്ടിക്ക് ഒരു ജോബ് എംപ്ലോയ്മെൻറ്റ് കൊടുത്താൽ ആ എംപ്ലോയർ, അതായത് ആരാണോ ജോലി കൊടുക്കുന്നത് അവർ കുട്ടി വന്ന് ജോയിൻ ചെയ്ത് 30 ദിവസത്തിനകം പോലീസിനെ അറിയിച്ചിരിക്കണം എന്ന്. പിന്നെ റൂൾസ് ടു പ്രൊവൈഡ് ഹെൽത്തി ആൻഡ് സേഫ്റ്റി എൻവയൺമെൻറ്റ് ഇസ് ദ ഡ്യൂട്ടി ഓഫ് ദി ഗവൺമെൻറ്. പിന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കുട്ടികൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ട റൂൾസ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടും. മനസ്സിലായോ? പിന്നെ ഇത് കൂടാതെ അവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത ചില ജോലികളെ പറ്റി പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്കുപ്പേഷൻസ് നോട്ട് അലൗഡ് ഫോർ ചിൽഡ്രൻ എന്നും പറഞ്ഞുള്ള കുറേ കാറ്റഗറി ഉണ്ട്. അതിനകത്ത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ഗുഡ് ഓർ മെയിൽസ് ബൈ റെയിൽവേയിൽ നിന്ന് റെയിൽവേ മെയിൽസ് കൊണ്ടുപോകുക, റെയിൽവേ ഗുഡ്സ് കൊണ്ടുപോകുക, അല്ലെങ്കിൽ പാസഞ്ചേഴ്സിനെ ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ പറ്റില്ല. പിന്നെ പിക്കിംഗ് ക്ലിയറിംഗ് ഓഫ് ആഷ് പിറ്റ് ഇൻ ദ റെയിൽവേ പ്രൊവിൻസസ്, അതായത് കുട്ടികളെ കണ്ട് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ക്ലീൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കൊക്കെ അവിടുത്തെ മണ്ണിടുക, അങ്ങനെയുള്ള കാര്യങ്ങളുള്ള ഹെവി വർക്കൊന്നും ചെയ്യിക്കാൻ പാടില്ല. അതായത് റെയിൽവേ പാളവുമായിട്ട് ബന്ധപ്പെട്ട പല ജോലികൾക്കും റെയിൽവേ എംപ്ലോയീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു നാഷണലി ആയിട്ടുള്ളൊരു കാര്യമാണ് റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെയുള്ള ഒരു ജോലിക്കും കുട്ടികളെ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ കേറ്ററിംഗ് യൂണിറ്റ്സ് ഓഫ് റെയിൽവേ സ്റ്റേഷനിലുള്ള കേറ്ററിംഗ് യൂണിറ്റിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല. പിന്നെ വർക്ക് റിലേറ്റഡ് ടു കൺസ്ട്രക്ഷൻ ഓഫ് റെയിൽവേ സ്റ്റേഷൻ ഓർ റെയിൽവേ ലൈൻസ്, റെയിൽവേ സ്റ്റേഷൻ്റെയോ റെയിൽവേ ലൈൻസിൻ്റെയോ ഒക്കെ കൺസ്ട്രക്ഷനിലൊന്നും കുട്ടികളെ ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ വർക്ക് റിലേറ്റഡ് ടു സെല്ലിംഗ് ഓഫ് ക്രാക്കേഴ്സ്, ഫയർ വർക്ക് ആൻഡ് സ്ലോട്ടർ ഹൗസസ്, അതായത് പടക്കം, ഇങ്ങനെയുള്ള ഓരോ ഉത്സവങ്ങളൊക്കെ വരുമ്പം പടക്കം ഉണ്ടാക്കുക, അത് സെല്ല് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യമുണ്ടല്ലോ, അതിനകത്തൊന്നും ആ ജോലികളിലൊന്നും കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ലോട്ടർ ഹൗസസ്, അതായത് ഇറച്ചിവെട്ട് കേന്ദ്രങ്ങൾ, അതായത് ആനിമൽസിനെ കട്ട് ചെയ്ത് നമ്മൾ മീറ്റാക്കി സെയിലാക്കുന്ന സ്ഥലമുണ്ടല്ലോ, അതിനാണ് സ്ലോട്ടർ ഹൗസസ് എന്ന് പറഞ്ഞാൽ, അവിടെ കുട്ടികളെ പാടില്ല. മനസ്സിലായോ? പിന്നെ ചില ലിസ്റ്റ് ഓഫ് പ്രൊസീഡിയേഴ്സ് ഉണ്ട് പ്രൊഹിബിറ്റഡ് ഫോർ ചിൽഡ്രൻ, അതായത് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റാത്ത ചില പ്രൊസീഡിയേഴ്സ്, അതായത് ബീഡി മേക്കിംഗ്, പിന്നെ സ്ലേറ്റ് പെൻസിൽ മേക്കിംഗ്, കാർപ്പറ്റ് വീവിങ്, സിമെൻറ്റ് മാനുഫാക്ചർ, ക്ലോത്ത് പ്രിൻറ്റിംഗ് ആൻഡ് ഡൈയിങ്, മേക്കിംഗ് മാച്ചസ് ആൻഡ് ഫയർ വർക്ക്, മൈക്ക കട്ടിംഗ്, സോപ്പ് മാനുഫാക്ചർ, ടാനിങ് ആൻഡ് വൂൾ ക്ലീനിങ്, പ്രഷേഴ്സ് അല്ലെങ്കിൽ പ്രൊസീഡിയേഴ്സ് യൂസിങ് ഹെവി മെറ്റൽസ്, ദെൻ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്ക്, ദെൻ ഹസാർഡസ്
പ്രോസസ്സസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും കുട്ടികളെ ഇൻവോൾവ് ചെയ്യാൻ പാടില്ല. പറഞ്ഞല്ലോ എന്തൊക്കെയാണ്? ബീഡി മേക്കിംഗ്, സ്ലേറ്റ് പെൻസിൽ മേക്കിംഗ്, കാർപ്പറ്റ് വീവിങ്, സിമെൻറ്റ് മാനുഫാക്ചർ, ദെൻ ക്ലോത്ത് പ്രിൻറ്റിംഗ് ആൻഡ് ഡൈയിങ്, മേക്കിംഗ് മാച്ചസ് ആൻഡ് ഫയർ വർക്ക്, മൈക്ക കട്ടിംഗ്, സോപ്പ് മാനുഫാക്ചർ, ടാനിങ് ആൻഡ് വൂൾ ക്ലീനിങ്, പ്രോസസ് യൂസിങ് ഹെവി മെറ്റൽസ്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്ക് ആൻഡ് അതർ ഹാസാഡസ് പ്രൊസീഡിയേഴ്സ്. ഇങ്ങനെയുള്ളതിലൊന്നും തന്നെ കുട്ടികളെ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ പറയുന്ന ചൈൽഡ് ലേബർ ആക്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് 1986 അങ്ങനെ ഒരെണ്ണം എസ്റ്റാബ്ലിഷ് ചെയ്ത്, അതായത് ഇറ്റ് ഈസ് നൗ റീപ്ലേസ്ഡ് ബൈ ന്യൂ ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. അതായത് 1986 അത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണെങ്കിൽ പോലും പിന്നെ അത് 2000 ആയപ്പോൾ അതിനെ റീപ്ലേസ് ആക്കി അങ്ങനെ ആ നിയമത്തിൻ്റെ പേരിപ്പം ന്യൂ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് ചിൽഡ്രൻ ആക്ട് ഓഫ് 2000. Okay, this act imposes on state government the full responsibility of protection of basic human needs. അതായത് ദിസ് ആക്ട് ഇംപ്രൂവ്സ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഇമ്പോസസ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ദ ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊട്ടക്ഷൻ ആൻഡ് ബേസിക് ഹ്യൂമൻ നീഡ്സ്. അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ജുവനൈൽ ഓർ ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹൂ ഹാസ് നോട്ട് അറ്റൈൻഡ് 18 years. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 18 years താഴെയുള്ളവർക്കാണ് ഇത് ആപ്ലിക്കബിൾ ആകുന്നത്. അതായത് അക്കോർഡിംഗ് ടു ദിസ് ആക്ട്, ജുവനൈൽ ഓർ എ ചൈൽഡ് മീൻസ് എ പേഴ്സൺ ഹൂ ഹാസ് നോട്ട് അറ്റൈൻഡ് 18 years. 18 years താഴെയുള്ളവർക്ക് വേണ്ടിയാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നിലകൊള്ളുന്നത്. മനസ്സിലായോ? പിന്നെ വേറൊന്ന് നെഗ്ലക്റ്റഡ് ജുവനൈൽ. ഇനി ഇത് കൂടുതലായിട്ടും അപ്ലൈ ചെയ്യേണ്ടത് നെഗ്ലക്റ്റഡ് ജുവനൈൽസിനാണ്. ഈ നെഗ്ലക്റ്റഡ് ജുവനൈൽസ് ആരാണെന്ന് ചോദിച്ചാൽ, ചിൽഡ്രൻ ഹു ആർ ബെഗിങ്, suffering from some terminal or incurable diseases, then having no one to support or look after them, then abused or exploited children, destitutes, delinquent juveniles. അതായത് delinquent juveniles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ juveniles who have found to have committed an offense. അതായത് ഈ ഏജ് ഗ്രൂപ്പിൽ പെട്ട ആരെങ്കിലും കുട്ടികൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ അറിയപ്പെടുന്ന പേരാണ് ജുവനൈൽ ഡെലിക്കൻസ് എന്ന്. ആ ജുവനൈൽ ഡെലിക്കൻസും ഈ നെഗ്ലക്റ്റഡ് ജുവനൈൽസ് വരും. ഇനിയും ഈ നിയമത്തിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, പ്രൊവൈഡ് എ യൂണിഫോം ലീഗൽ ഫ്രെയിംവർക്ക്. അതായത് ഓൾ ഓവർ ഇന്ത്യയിൽ അവർക്ക് വേണ്ടി കൊടുക്കുന്ന ലീഗൽ ഫ്രെയിംവർക്ക് സെയിം ആയിരിക്കണം. പിന്നെ കോണ്ടാക്ട് വിത്ത് പോലീസ്, അതായത് ആവശ്യത്തിൽ കൂടുതലായിട്ട് ഇവരെ പോലീസിനോട് കോണ്ടാക്ട് ഇല്ലാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതായത് അതാണല്ലോ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജുവനൈൽ ആക്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ പേരൊന്നും കൂടുതൽ പബ്ലിഷ് ചെയ്യത്തില്ല. എപ്പോഴും പോലീസിൻ്റെ അടുത്ത് അവരെ പറഞ്ഞു വിടത്തില്ല. അങ്ങനെയുള്ള അവരെ ഏതെങ്കിലുമൊക്കെ അതിന് കെയറിനുള്ള സപ്പോർട്ടിനുള്ള ഹൗസിലൊക്കെ ഹോമിലൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ട് അങ്ങനെയാണ് അവരെ സ്ലോലി കാര്യങ്ങൾ പരിഗണിക്കത്തുള്ളൂ. അല്ല എപ്പോഴും അവരെ വന്ന് പോലീസിനെ കൊണ്ട് അവരെ അഭിമുഖം ഉണ്ടാകുക, അവരെ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യമൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞാൽ കോണ്ടാക്ട് പോലീസ് വിൽ ബി റെഡ്യൂസ്ഡ്. ദെൻ എസ്റ്റാബ്ലിഷ്ഡ് നോംസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻസ്, കെയർ, ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിഹാബിലിറ്റേഷൻ. അതായത് അവർക്ക് വേണ്ടി ചില പ്രത്യേക ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവരുടെ കെയറിന്, ട്രീറ്റ്മെൻറ്റിന്, റിഹാബിലിറ്റേഷന്, ഇൻവെസ്റ്റിഗേഷന് ഇതിനൊക്കെ വേണ്ടി പ്രത്യേക നോംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫെസിലിറ്റേറ്റ് ദ അഡോപ്ഷൻ ഓഫ് ചിൽഡ്രൻ. അതായത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലുള്ള ആരെങ്കിലും ദത്തെടുക്കാൻ വേണ്ടി ആരെങ്കിലും വരുവാണെങ്കിൽ അതിനു വേണ്ടി അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും നോക്കാനൊന്നും ആരുമില്ലാത്തവരൊക്കെ ആണെങ്കിൽ, ആരെങ്കിലും മക്കളില്ലാത്തവരോ അങ്ങനെയുള്ളവരൊക്കെ, അല്ലെങ്കിൽ ഡൊണേഷനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ പൈസ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ചിലർ ഇനിഷ്യേറ്റീവ് എടുത്ത് വരാറുണ്ട്. അല്ലെങ്കിൽ അവരെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ വരാറുണ്ട്. അതിനു വേണ്ടി അവർ ഫെസിലിറ്റേറ്റ് ചെയ്യാറുണ്ട് ഈ പറയുന്ന നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. പിന്നെ എംപവർ സ്റ്റേറ്റ് ഗവൺമെൻറ് ടു മെയിൻറ്റെയിൻ ചിൽഡ്രൻ ഹോം ഇൻ എവറി ഡിസ്ട്രിക്ട്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അവിടുത്തെ ആ ഒരു സ്റ്റേറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ചിൽഡ്രൻ ഹോം പ്രൊവൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ പറ്റി നിങ്ങൾ അറിയേണ്ട കാര്യം. ഓക്കെ, പിന്നെ ഇനിയും ചൈൽഡ് മാരേജ് റെസ്ട്രിക്ഷൻ ആക്ട് എന്നുള്ളതാണ് അടുത്തത്. അത് 1929 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ദ പർപ്പസ് ഈസ് ടു റെസ്ട്രെയിൻ ചൈൽഡ് മാരേജ്. അതായത് ശിശുവിവാഹങ്ങൾ, അല്ലെങ്കിൽ ശിശുവിവാഹമല്ല, അവരുടെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടികളുടെ വിവാഹം പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ദെൻ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റ്സിലും ഇത് അലൗഡാണ്, ജമ്മു ആൻഡ് കാശ്മീരിലില്ല.
അതെന്താണെന്ന് വെച്ചാൽ അതൊരു കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണല്ലോ പാകിസ്ഥാനുമായിട്ട്, അതുകൊണ്ടായിരിക്കും അവിടെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ചൈൽഡ് മാരേജ് ഈസ് എ മാരേജ് ഓഫ് എ ബോയ് ഓർ ഗേൾ ഹു ഹാസ് നോട്ട് റീച്ച് ദ മിനിമം ഏജ് ഓഫ് മാരേജ്. അതായത് ഒരു സ്റ്റേറ്റിലെ നിയമം അനുസരിച്ച് എത്ര വയസ്സിൽ അവർ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു നോമുണ്ട്. ആ നോമിന് മുമ്പേ അവർ കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ ചൈൽഡ് മാരേജ് എന്ന് പറയുന്നത്. സോ ചൈൽഡ് മാരേജ് ഈസ് എ മാരേജ് ഓഫ് എ ബോയ് ഓർ ഗേൾ ഹു ഹാസ് നോട്ട് റീച്ച് ദ മിനിമം ഏജ് ഓഫ് മാരേജ്. അതായത് 21 ഇയേഴ്സ് ആണ് മെയിലിൻ്റെ കൂട്ടത്തിലും 18 ഇയേഴ്സ് ആണ് ഫീമെയിലിൻ്റെ കൂട്ടത്തിലും. കാരണം അതാണല്ലോ അവരുടെ പ്രായപൂർത്തി എന്ന് പറയുന്ന ഏജ് ആയിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ആക്ടിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, എനിവൺ ഹൂ കോൺട്രാക്ട് ചൈൽഡ് മാരേജ് ഈസ് പണിഷബിൾ. അതായത് ഈ ചൈൽഡ് മാരേജിൽ അണ്ടർഗോ ചെയ്യുന്ന ആൾക്കാർ പണിഷബിൾ ആണ്. ഈ പണിഷ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് ഓഫ് 15 days ഓർ വിത്ത് എ ഫൈൻ ഓഫ് 1000 rupees. അതായത് 15 വർഷം തടവ്, 1000 രൂപയുടെ ശിക്ഷ. ഇത് രണ്ടും ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം, ഇത് രണ്ടുമായിട്ടും കൊടുക്കാം, ഒന്നിച്ചും കൊടുക്കാം. ഒന്നിൽ 15 ദിവസം തടവ് അല്ലെങ്കിൽ 1000 രൂപ പിഴ, അതല്ലെങ്കിൽ ഇത് രണ്ടും കൊടുക്കാം. ഓക്കെ. പിന്നെ അടുത്തത്, എനി മെയിൽ അഡൾട്ട് എബവ് 21 years who marries a child shall be punished with a simple imprisonment of 3 months and also fine. അതായത് അവർക്ക് 21 വയസ്സിൽ കൂടുതലുള്ള ഒരു മെയിൽ പേഴ്സൺ അതിൽ താഴെയുള്ള ഒരു ചൈൽഡിനെയാണ് മാരേജ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ ശിക്ഷ കുറെ കൂടെ കൂടുതലായിരിക്കും. കാരണം 3 months ആയിരിക്കും. പിന്നെ മറ്റേ ഫൈനും ഉണ്ടാവും. ഓക്കെ, അതാണ് വേറൊരു ശിക്ഷ. പിന്നെ ഇഫ് എ മൈനർ ഈസ് ഇൻവോൾവ് ഇൻ മാരേജ് ദ പേരൻസ് ഓർ ഗാർഡിയൻ ഷാൽ ബി പണിഷബിൾ 3 months ഓഫ് ഇംപ്രിസൺമെന്റ് ആൻഡ് ഫൈൻ. അതായത് ഈ പറയുന്ന അതായത് ചൈൽഡ് മാരേജ് ആക്ട് മക്കൾ ആരെങ്കിലും ചെയ്താൽ അവരുടെ ആ കുട്ടികളുടെ അച്ഛനമ്മമാരും പണിഷബിളാണ്. ബട്ട് ഇഫ് ദ പേഴ്സൺ ഹു ഈസ് ഗെറ്റിംഗ് മാരേജ് ഇസ് എ മൈനർ, മനസ്സിലായോ? അങ്ങനെ വരുന്നോണ്ടേ അവർക്ക് അച്ഛനും അമ്മയ്ക്കുമാണ് ശിക്ഷ കിട്ടുന്നത്. 3 months ദെന്ന് 3 months മിനിമം ആൻഡ് ഇംപ്രിസൺമെൻറ്റും അതിൻ്റെ കൂടെ ഫൈനും. മനസ്സിലായോ? പിന്നെ അടുത്ത നമ്മുടെ റൂളാണ് എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട്. അതായത് എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് എന്ന് പറഞ്ഞാൽ അത് 1975 എസ്റ്റാബ്ലിഷ് ചെയ്തത്, പാസ് ചെയ്തത്. ആൻഡ് ഇറ്റ് ഈസ് മോഡിഫൈഡ് സെവറൽ ടൈംസ്. പിന്നെ അത് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എഗെയിൻ അമെൻഡഡ് ഇൻ 2005. ഏറ്റവും റീസെൻ്റ്ലി അമെൻഡ് ചെയ്തത് 2005. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഫോർ മെയിൻ സ്ട്രീമിംഗ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് ഹാൻഡിക്യാപ്ഡ്. മെയിൻ സ്ട്രീമിംഗ്, MAINSTREAMING, മെയിൻ സ്ട്രീമിംഗ് ഓഫ് എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻക്ലൂഷൻ. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ അംഗവൈകല്യമുള്ള ആൾക്കാരെ മാറ്റി നിർത്താതെ അവരെ കൂടെ മറ്റുള്ള സാധാരണ കുട്ടികളെ പോലെ തന്നെ ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുക. എത്രമാത്രം അവർക്ക് പഠിക്കാൻ കഴിയുമോ അത്രയും നാൾ അവരെ മറ്റുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തന്നെ പഠിപ്പിക്കുന്നതിനാണ് ഈ പറയുന്ന മെയിൻ സ്ട്രീമിംഗ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സ്കൂളിൽ മറ്റുള്ള കുട്ടികൾ പോകുന്ന പോലെ തന്നെ അപ്പോൾ അവരുടെ കൂടെ തന്നെ അവർ മറ്റുള്ള കുട്ടികളോടൊപ്പം ഇരുന്ന് പഠിക്കുക. അല്ലാതെ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഹാൻഡിക്യാപ്ഡ് എന്നും പറഞ്ഞ് എഡ്യൂക്കേഷന് വേണ്ടി കൊടുക്കാതെ. അതാണ് മെയിൻ സ്ട്രീമിങ് ഇൻക്ലൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് ആക്ട് സ്റ്റേറ്റ്സ് ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആർ എൻറ്റൈറ്റിൽഡ് ടു എ ഫ്രീ ആൻഡ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ ഇൻ ദ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് എൻവയൺമെൻറ്റ്. അതാണ് ഈ ആക്ടിൻ്റെ ഒരു പ്രത്യേകത. ദ ആക്ട് സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആർ എൻറ്റൈറ്റിൽഡ് ടു എ ഫ്രീ ആൻഡ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ ഇൻ ദ ലീസ്റ്റ് റെസ്ട്രിക്റ്റീവ് എൻവയൺമെൻറ്റ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതായത് എഡ്യൂക്കേഷൻ ഓഫ് ഓൾ ഹാൻഡിക്യാപ്ഡ് ചിൽഡ്രൻ ആക്ട് which is passed in 1975 and which is modified recently also in 2005. ഓക്കെ, ഇനി അടുത്തത് ആക്ട് ഏതാണെന്ന് വെച്ചാൽ ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആക്ട് ആണ്. അതിനകത്ത് ഇറ്റ് ഈസ് ഒറിജിനലി എൻഹാൻസ്ഡ് ഇൻ പബ്ലിക് ലോ ആയിട്ട് നേരത്തെ ഇത് പബ്ലിക് ലോയുടെ കൂട്ടത്തിൽപ്പെടുത്തിയതാണ്. പിന്നെ അത് റീസെൻ്റ്ലി അമെൻഡഡ് ഇൻ 2003 and this act aims at preventing sexual abuse of children mainly through preventive mechanisms, then victims protection, investigation and court procedures. ഇത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളത്. അതായത് ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആക്ടിൽ അത് ഒറിജിനലി എനാക്ട് ചെയ്തേക്കുന്നത് പബ്ലിക് ലോ ആയിട്ടാണ്. പിന്നെ അത് പല പ്രാവശ്യം അമെൻഡ് ചെയ്തു. ഏറ്റവും അവസാനം അമെൻഡ് ചെയ്തത് 2003 പിന്നെ ഇറ്റ് ഈസ് എയിംഡ് അറ്റ് പ്രിവെൻറ്റിംഗ് സെക്ഷൽ അബ്യൂസ് ഓഫ് ചിൽഡ്രൻ മെയിൻലി ത്രൂ പ്രിവെൻറ്റീവ് മെക്കാനിസം, ദെൻ വിക്ടിം പ്രൊട്ടക്ഷൻ,
then investigation and court procedures. Then it involves rehabilitation of victims and punishment of perpetrators of sexual crimes against children. അവരെ ഈ ക്രൈം നടത്തുന്ന ആരാണോ അവരെ പണിഷ് ചെയ്യാനും പിന്നെ ഈ ക്രൈമിന് അണ്ടർഗോ ചെയ്ത അല്ലെങ്കിൽ ഇതിന് വിധേയരാക്കപ്പെട്ടവർക്ക് റിഹബിലിറ്റേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ആക്ട്, ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ആക്ടിൻ്റെ ഉദ്ദേശം. ഓക്കെ, പിന്നെ ഒരെണ്ണം ഇതിൻ്റെ വേറെ കീ ഫീച്ചറൊക്കെ എന്താണെന്ന് വെച്ചാൽ ദിസ് ആക്ട് ഡിഫൈൻസ് ദ ചൈൽഡ് ഹൂ ഈസ് define that a child is a person who is below 18 years of age. Then child abuse or neglect is a failure on the part of parent or caretaker which result in death, serious physical or emotional harm, sexual abuse or exploitation. അപ്പോൾ അതെന്താണ് അബ്യൂസ് എന്നുള്ളത് ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് കുറ്റം ചെയ്തതിനാണ് ഇവർക്ക് ശിക്ഷ കിട്ടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുറ്റം എന്താണെന്ന് ഡിഫൈൻ ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യമേ ചൈൽഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് 18 വയസ്സിൽ താഴെയുള്ള ആൾക്കാരാണ് ചൈൽഡ്. പിന്നെ അബ്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ അബ്യൂസ് ഓർ നെഗ്ലക്ട് ഇസ് എ ഫെയിലിയർ ഓഫ് ദി പാർട്ട് ഓഫ് ദി പേരൻസ് ഓർ കെയർ ടേക്കർ വിച്ച് റിസൾട്ട് ഇൻ ഡെത്ത്, സീരിയസ് ഫിസിക്കൽ ഓർ ഇമോഷണൽ ഹാം, സെക്ഷൽ അബ്യൂസ് ഓർ എക്സ്പ്ലോയിറ്റേഷൻ. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് റേപ്പ്, മൊളസ്റ്റേഷൻ, പ്രോസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ. ഈ 3 കാര്യങ്ങളും ഈ പറയുന്നതിനകത്ത് ഈ ആക്ടിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? കുട്ടി അല്ലെങ്കിൽ ചൈൽഡ് ആരാന്നുള്ളതും ചൈൽഡ് അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും പിന്നെ സെക്ഷൽ അബ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ കുറ്റമാണെങ്കിൽ മാത്രമേ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ, എങ്കിൽ അതിന് അഗൻസ്റ്റ് അത് ഈ ആക്ടിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നത് മേജർ പ്രൊവിഷൻ ഓഫ് ദി ആക്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് പ്രൊവൈഡ്സ് assistance to develop child abuse, neglect, identification and prevention program. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അബ്യൂസ് നടക്കാതിരിക്കുന്നതിന് വേണ്ടി അബ്യൂസിനെ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നടക്കാതിരിക്കാനുള്ള പ്രിവെൻറ്റീവ് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്യുക. പിന്നെ ഓതറൈസ് ഗവൺമെൻറ് ടു ഡു റിസർച്ച് ഇൻ ടു ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഗവൺമെൻറ് അതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് നടത്തി ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അല്ലെ എങ്ങനെ ഒക്കർ ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്റ്റഡി നടത്തി കാരണങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ ക്രിയേറ്റ് എ നാഷണൽ സെൻറ്റർ ഓൺ ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്, അതായത് ഒരു നാഷണൽ സെൻറ്റർ ഇതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ. അതിന് പറയുന്നത് NCCA എന്ന് പറയും, അതായത് നാഷണൽ കൗൺസിൽ ഓൺ ചൈൽഡ് അബ്യൂസ് ആൻഡ് നെഗ്ലക്ട് വിത്തിൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് വെൽഫെയർ. പിന്നെ വേറൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് എ ബേസിക് സ്റ്റേറ്റ് ഗ്രാൻസ് ഫോർ ട്രെയിനിങ് പേഴ്സണൽ ആൻഡ് സപ്പോർട്ട് പ്രോഗ്രാം എയിംഡ് അറ്റ് പ്രിവെൻറ്റിംഗ് ആൻഡ് ട്രീറ്റിംഗ് ചൈൽഡ് മാൽട്രീറ്റ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന ചൈൽഡ് അബ്യൂസ് പ്രിവെൻഷൻ ആക്ടിലുള്ളത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഇതിനകത്ത് ഒരുപാട് ആക്റ്റും കുട്ടികളുടെ റൈറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, കുട്ടികൾക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എത്രമാത്രം ആക്റ്റുകളുണ്ടെന്ന് പഠിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ഓരോ ആക്റ്റും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് നിങ്ങൾ നല്ലപോലെ ഗോത്രൂ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ സമൂഹത്തിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ, അല്ലേ? കുട്ടികളുടെ പരിരക്ഷ എങ്ങനെയാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള ആക്ട് എന്തൊക്കെയാണ്, കുട്ടികളുടെ പ്രൊട്ടക്ഷൻ എങ്ങനെയാണ്, അവർക്ക് വേണ്ടി വെൽഫെയർ കൊടുക്കാൻ വേണ്ടി ഏതൊക്കെ ആക്ട്സ് നിലവിലുണ്ട്, അതെങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, അത് ശരിയായിട്ട് ഗോത്രൂ ശരിയായിട്ട് നടന്നില്ലെങ്കിൽ എന്തൊക്കെയാണ് പണിഷ്മെൻറ്റ്, ഇതൊക്കെ നമ്മളെപ്പോലുള്ള കുട്ടികൾക്ക് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന പീഡിയാട്രിക് നഴ്സസ് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ യു ഗോ ത്രൂ ഇറ്റ് വെരി വെൽ ആൻഡ് കം പ്രിപ്പയർഡ്. ഓക്കെ, ഇതിനൊക്കെ ഞാൻ എക്സാം ഇടാനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നന്നായിട്ട് പഠിച്ച് ഗോത്രൂ ചെയ്തുകൊണ്ട് വേണം ഈ പീഡിയാട്രിൻ്റെ ഈ ഭാഗമൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. ലെജിസ്ലേഷൻ റിഗാർഡിങ് ദ ചൈൽഡ് വെൽഫെയർ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒത്തിരി സ്ലൈഡും ഉണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നെ ബുക്കൂടെ റെഫർ ചെയ്തിട്ട് ഒന്നുകിൽ റിംബിൾ ശർമ്മയുടെ ബുക്കും കൂടെ വെച്ച് സ്വന്തമായിട്ട് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഫിനിഷ് ചെയ്യാം. ഓക്കെ.